കോഴിക്കോട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. വാർഡ് പ്രസിഡന്റ് പ്രദീപ് മാമ്പറ്റ രാജിവെച്ചു. അന്വേഷണ കമ്മീഷൻ വാർഡ് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തിയിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം വാർഡ് കമ്മിറ്റിക്കാണ് എന്നാണ് കണ്ടെത്തൽ. പി കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഏത് വാർഡാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? PM നിയാസ് KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയുമായി അവതരിപ്പിച്ച PM നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ പ്രശ്നം രൂക്ഷമാവുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിനകത്ത് വാർഡ് കമ്മിറ്റിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം വാർഡ് കമ്മിറ്റിക്കാണ്. ഇവിടെ പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തില്ല, തോൽക്കുമെന്നുള്ളൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടില്ല എന്നുൾപ്പെടെയുള്ള രൂക്ഷമായ പരാമർശങ്ങൾ വാർഡ് കമ്മിറ്റിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും വാർഡ് കമ്മിറ്റി തള്ളി. കാരണം ഇതിനകത്ത് ഈ വാർഡ് പ്രസിഡന്റ് പ്രദീപ് മാമ്പറ്റ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെ തുടർന്ന് വാർഡ് പ്രസിഡന്റ് രാജിവെക്കുകയും ചെയ്തു. പ്രദീപ് മാമ്പറ്റ ഇപ്പോൾ പറയുന്നത് നിയാസ് മത്സരിച്ചാൽ തോൽക്കുമെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൺഗ്രസിന്റെ കുത്തക വാർഡായിരുന്നു ഇത്. പക്ഷേ PM നിയാസിനെ പോലെ ഈ വാർഡിൽ നിന്ന് പുറത്തുനിന്നുള്ള ആൾ ഇവിടെ ഒന്ന് മത്സരിച്ചാൽ അത് തോൽവിക്കിടയാക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് PM നിയാസിനെ ഇവിടെ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ കാരണമെന്ന് പ്രദീപ് മാമ്പറ്റ പറയുന്നു. ഈ വിഷയത്തിന് ശേഷം പ്രദീപ് മാമ്പറ്റ രാജിവെച്ചു. അതോടൊപ്പം തന്നെ കൂടെ ചില പ്രവർത്തകർ കൂടി പാർട്ടി വിടുന്നുണ്ട്. ഏതായാലും വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഇവിടെ പ്രാദേശികമായി കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.